സംസാരത്തിലൂടെ മാത്രമേ അസുഖം പടരൂ എന്നതിനാൽ ഊമപ്പനിക്കുള്ള പ്രതിരോധ മരുന്ന് കണ്ടുപിടിക്കും വരെ തേന്മല പ്രദേശത്ത് ആരും സംസാരിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാകുന്നു. ചിരിയുടെ ഞരമ്പ് പൊട്ടിപ്പോയാ എടാ ഒടയെ തൊമ്പരാനുണ്ടെന്ന് പറയുന്നത് ചുമ്മാതല്ല. എടാ ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ കമ്മ്യൂണിസ്റ്റുകാർ പോലും വിശ്വാസികളായി പോകുന്നത്. എല്ലാവരുടെ മിണ്ടാട്ടം പൊട്ടിയില്ലേ? അയ്യോ സാറേ, അതിന് ചിരിക്കുകയാണോ കരയല്ലേ വേണ്ടത്? എടാ മണ്ട, ആർക്കും മിണ്ടാൻ വയ്യെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് രാജിവെക്കുന്നത്? ഒരുത്തനും ഇനി ചോദ്യം ചോദിക്കാൻ വരത്തുമില്ല. നമുക്ക് ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ചെയ്യാം. അയ്യോ ഇല്ല, നമുക്ക് സംസാരിക്കാൻ പാടില്ല. നിരോധനമൊക്കെ പാവപ്പെട്ട ജനങ്ങൾക്കല്ലേ, നമ്മൾക്കത് ബാധകമല്ലല്ലോ. കഴിഞ്ഞ മാസം കമ്മീഷണർ വണ്ടിയുടെ സ്പീഡ് നിരോധിച്ചിട്ട് എന്തായി? മന്ത്രിമാര് 100 എന്നല്ലേ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് സാറേ, മന്ത്രി ആരാ മണ്ഡലം പ്രസിഡന്റ് ആരാന്നൊക്കെ പോലീസുകാർക്ക് അറിയാം, പക്ഷെ ഊമപ്പനിക്ക് അറിയത്തില്ലല്ലോ. അതൊരുമാതിരി മറ്റേടത്ത് പരിപാടിയായി. മിണ്ടാതിരുന്ന ഉള്ള ഒച്ച തൊണ്ടയിലിരിക്കും. പിന്നെ നീ കിടന്ന് കളിക്കുന്നതോ? വിചിത്രമായൊരു വൈറസ് ഉണ്ട് പോലും. ഒരു ദിവസം കൊച്ചു വെളുപ്പാൻ കാലത്ത് കിഴക്കൻ റൂട്ടിൽ ഓടുന്ന കൊണ്ടോടി ബസ്സേ കയറി വന്നതാണോ ഈ വൈറസ്? ഇത് എവിടെ നിന്ന് വന്നു? ഉഗാണ്ട, ഉക്രൈനിൽ. ഇനി ആ വൈറസ് ഏത് കൊളാറ്റ് പ്ലേസിൽ നിന്ന് വന്നതായാലും ഞങ്ങള് മിണ്ടാതിരിക്കാനൊന്നും പോകുന്നില്ല. ഈ വൃത്തികെട്ട നിരോധനം പിൻവലിക്കുന്നത് വരെ ഞങ്ങളുടെ പാർട്ടി മെമ്പർമാർ രാവും പകലും മൈക്കിന് മുന്നിൽ പ്രസംഗിച്ചുകൊണ്ടേ. ഞാൻ ചോദിക്കുകയാണ്, ചോദിച്ചു പോവുകയാണ്, ഇവിടെ ഒരു ഭരണഘടനയുണ്ടോ? ഭരണകൂടമുണ്ടോ? ഭരണമുണ്ടോ? ഭരണക്കാരെ നിങ്ങൾ ഓർത്തോ, മരണം വരെ ഞങ്ങൾ പോരാടും. മുൻ മന്ത്രിയും പ്രതിപക്ഷ MLA-യുമായ ശ്രീ തോമസ് കുഴുവേലിക്കുന്നൽ അന്തരിച്ചു. തേന്മലയിലെ സംസാര നിരോധനത്തിനെതിരെ പ്രതിപക്ഷ കക്ഷികൾ സംഘടിപ്പിച്ച റിലേ സംസാര സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കവേ വേദിയിൽ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു അദ്ദേഹം. ആവേശമൂത്ത് വെറും വയറ്റിൽ രണ്ടുപേരുടെ വർത്തമാനം പറഞ്ഞതുകൊണ്ടാണ് ഊമപ്പനി മൂർച്ഛിച്ച് ഒച്ച പോകുന്നതിന് പകരം അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ പോയത്. വായിലെ നാക്കു വെറുതെ ഇരിക്കാത്തത് കൊണ്ടുണ്ടായി ഈ മരണം കണ്ട് ഞെടുങ്ങിത്തെരിച്ചിരിക്കുകയാണ് തേന്മല നിവാസികൾ. രോഗത്തിന് മരുന്ന് കണ്ടുപിടിക്കുന്നതുവരെ മിണ്ടാതിരുന്ന് സഹകരിക്കണമെന്ന് ജില്ലാ കളക്ടർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്.